ഉടുമ്പൻചോലയിലെ കോൺഗ്രസ് പട്ടികയിൽ ആദ്യ അവസാനം സജീവമായി പരിഗണിച്ച പേരുകളിലൊന്നായിരുന്നു സേനാപതി വേണു. പക്ഷേ ആ പ്രഖ്യാപനം വരെ ഒരു സർപ്രൈസ് അതിലുണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. നാല് ദിവസം മുമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗമായ മിനി പ്രിൻസിനോട് തയ്യാറാകാൻ AICC നിർദ്ദേശിച്ചു. പക്ഷേ ഇന്നലെ പേര് പ്രഖ്യാപിച്ചപ്പോൾ അത് നമ്മുടെ കൂടെയുള്ള സേനാപതി വേണുവിൻ്റെ പേരായി പ്രഖ്യാപിക്കുകയുമായിരുന്നു. 2016 കപ്പിനും ചുണ്ടിനും നഷ്ടപ്പെട്ട ആ ഒരു MLA സ്ഥാനം ഇത്തവണ തിരിച്ചു പിടിക്കുമോ? തീർച്ചയായിട്ടും. കാരണം 2016 തെരഞ്ഞെടുപ്പിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പരിചയക്കുറവ്, അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം, അമിത വിശ്വാസം, ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അന്ന് ഞങ്ങളുടെ കയ്യിൽ വന്നത് നഷ്ടപ്പെടുന്നതിനുള്ള സാഹചര്യമുണ്ടായത്. പക്ഷേ ഇത്തവണ ആ കുറവുകളും കുറ്റങ്ങളെയും ഒക്കെ തിരുത്തിക്കൊണ്ട് ഞങ്ങളുടെ പോരായ്മകളെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് വളരെ ശക്തമായൊരു മുന്നേറ്റം നടത്തി അന്ന് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ആ പായസം അത് കുടിക്കാൻ ഈ പ്രാവശ്യം അവസരം ഉണ്ടാകും നിശ്ചയമായിട്ടും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ആദ്യ അവസാനം പരിഗണിച്ച പേരുകളിലൊന്ന് താങ്കളുടെ പേരാണ്. പക്ഷേ ഈ മിനി പ്രിൻസിൻ്റെ പേര് എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് കയറി വരിക? അവരിപ്പോൾ പോസ്റ്ററൊക്കെ ഉണ്ടാക്കി ചെറിയ രീതിയിലുള്ള പ്രചാരണമൊക്കെ ആരംഭിച്ചായിരുന്നു. എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു പേര് ഇതിൻ്റെ ഇടയ്ക്കേക്ക് കയറി വരാൻ കാരണം? അല്ല, അതിപ്പോൾ എനിക്കറിയില്ല. അതിപ്പോൾ പാർട്ടി നേതൃത്വം പല സ്ഥാനാർത്ഥികളെ, ഒന്ന് വനിതാ സ്ഥാനാർത്ഥികളുടെ പ്രാതിനിധ്യം ഉണ്ടാകണം, പിന്നെ കമ്മ്യൂണലായ പരിഗണനകൾ ഉണ്ടാകണം. അങ്ങനെ പല പരിഗണനയുടെ ഭാഗമായിട്ടാണ് പല സ്ഥാനാർത്ഥികളെയും പരിഗണിച്ചത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ മാത്രമല്ലല്ലോ, മെറിറ്റ് ഉള്ള പല സ്ഥാനാർത്ഥികളെയും പരിഗണിച്ച എന്ന നിലയിലാണ് അവരെ പരിഗണിച്ചത്. അവർ വളരെ മികച്ചയായ പൊതുപ്രവർത്തകയാണ്. 2 വട്ടം പഞ്ചായത്ത് മെമ്പറായി, പഞ്ചായത്ത് പ്രസിഡന്റായി, ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചയാളാണ്. അപ്പം അവരുടെ പ്രാഗൽഭ്യം കൂടി വിജയസാധ്യതയെ മാനദണ്ഡപ്പെടുത്തി പരിഗണിച്ചു ഇരിക്കാം. അതുകൊണ്ടായിരിക്കാം AICC അങ്ങനെ അവരുടെ പേരുകൂടി പരിഗണിച്ചത്. അപ്പോൾ എന്ത് ആണ് മറ്റതിനുള്ള കാര്യങ്ങൾ എന്നുള്ളത് എനിക്കറിയില്ല. അത് പാർട്ടി നേതൃത്വത്തിന് മാത്രം അറിയാവുന്ന കാര്യം. 2 തവണ ഈ ഉടുമ്പൻചോല മണ്ഡലത്തെ മാറ്റിമറിച്ചു എന്ന് പറയുന്ന MM മണി ഇത്തവണ മത്സരത്തിനില്ല. മണിയാശാൻ മാറുന്നത് ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? അല്ല, ഇവിടെ വ്യക്തിയല്ലല്ലോ പ്രസക്തി, ഇവിടെ രാഷ്ട്രീയമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്നുള്ളത് അത് മാർക്സിസ്റ്റ് പാർട്ടി മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ വികസനം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്, ഒരു തുടർ പ്രക്രിയയാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ് മാറി അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ്റിനോട് ചേർന്ന് നിൽക്കുന്ന MLA ഉണ്ടായാൽ സ്വാഭാവികമായും ഇന്ന് നടന്നിരിക്കുന്ന വികസനത്തെക്കാൾ കൂടിയ വികസനം, ഇപ്പോൾ നടന്നിരിക്കുന്ന വികസനത്തെക്കാൾ വലിയ വികസനം ഇവിടെ വരുമോ എന്നുള്ളത് അപ്പോഴേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പറയുന്നത് അതിനേക്കാൾ കൂടിയ വികസനം ഇവിടെ കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം നമുക്കുണ്ട്, അതുണ്ടാക്കണം എന്നുള്ളതാണ്. വികസനത്തെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞായിരിക്കും UDF മറികടക്കാൻ പോകുന്നത്? കാരണം ഉടുമ്പൻചോലയിലെ വികസനം മറ്റു മണ്ഡലങ്ങളുമായി ആളുകൾ കമ്പയർ ചെയ്യുന്നുണ്ട്, റോഡിൽ ഉൾപ്പെടെ അത് കാണാനുണ്ട്. അപ്പോൾ UDF മുന്നോട്ട് വയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്കറിയാം, ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ലോകത്തിൽ ഏലം കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു സ്ഥലം എന്നുള്ളതാണ് ഉടുമ്പൻചോലയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇവിടെ കാർഡമം ഹിൽ റിസർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ലോകത്ത് വേറൊരിടത്തുമില്ല. ഒരിടത്തും ഏലം കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ച സ്ഥലമില്ല. അത് ഈ കൊച്ചു കേരളത്തിൽ ഉടുമ്പൻചോല താലൂക്കിലോ ഉടുമ്പൻചോലയിലോ മാത്രമാണ്. അങ്ങനെ മാറ്റിവെച്ചതുകൊണ്ടുള്ള ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഒരുപാട് ഭൂപ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ സ്വതന്ത്രമായി മറ്റ് പ്രദേശങ്ങളിൽ നടത്തുന്നത് പോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് പല പഞ്ചായത്തുകളും ബഫർ സോണിൽപ്പെട്ടത്, പല പഞ്ചായത്തുകളിലും നിർമ്മാണ നിരോധനം നിലനിൽക്കുന്നത്, പല പഞ്ചായത്തുകളും പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങൾ, ഇതെല്ലാം ഉടുമ്പൻചോലയുടെ വികസനത്തെ വല്ലാതെ വരിഞ്ഞു മുറുക്കുകയാണ്. അപ്പോൾ ഈ ഭൂപ്രശ്നങ്ങൾ മാറിയാൽ ഉടുമ്പൻചോലയിൽ ബാക്കി വികസനങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും വരും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഉടുമ്പൻചോലയിൽ ഈ പുതിയതായി വരുന്നു എന്ന് പറയുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ താലൂക്ക് ആശുപത്രി ഉണ്ടായിരുന്നതാണ്. അല്ല, താലൂക്ക് ആശുപത്രി പുതിയതായിട്ട് വന്നതല്ല, അതിൻ്റെ കെട്ടിടം പണിതു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന കാര്യങ്ങളെ കൂടുതൽ, ഇപ്പോൾ റോഡുകൾ പുതുതായി വന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിലവിലുണ്ടായിരുന്ന റോഡുകൾ, അതിനെ കൂടുതൽ മോഡേൺ ആക്കി വികസനങ്ങൾ നടന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പുതുതായി എന്ത് വന്നു എന്ന്, ഇന്നലെ ഇല്ലാതിരുന്ന എന്ത് ഇവിടെ വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഇവിടെ ഇല്ലാതിരുന്ന താലൂക്ക് ആശുപത്രി ഇവിടെ ഇല്ലാതിരുന്ന ഒന്ന് പുതിയതായിട്ട് വന്നതാണോ? അല്ല, അങ്ങനെ വന്നു എന്ന് പറയുന്നത് ഉടുമ്പൻചോലയിലെ ആയുർവേദ ആശുപത്രിയാണ്. അതിപ്പം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ വികസനം എന്നുള്ളത് ഓരോ കാലഘട്ടങ്ങളിലും ആ ഗവൺമെൻറ്റിന് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ വികസനത്തിനുള്ള പശ്ചാത്തലം ഒരുങ്ങണമെങ്കിൽ ഉടുമ്പൻചോലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ആ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും
എന്നുള്ളതാണ് ഞങ്ങൾ നൽകുന്ന വാഗ്ദാനം. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ സമഗ്രമായും ആഴത്തിലും പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ്. എന്താണ് ഉടുമ്പൻചോലയിലെ ഭൂപ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്നുള്ളതിന് ഞാൻ ഒരു 10-25 വർഷക്കാലത്തെ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ പ്രധാനമായിട്ടുള്ളത് ഈ ഭൂവിഷയങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങളാണ്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പരിഹരിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത് എന്നുള്ളതിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ എനിക്ക് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ജനങ്ങളോട് പറയുന്നത്, നമ്മുടെ നാട്ടിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ, എനിക്കിവിടെ ഒരു ആശുപത്രി പണിയണമെന്ന് ആഗ്രഹം തോന്നിയാൽ, സിനിമാ തിയേറ്റർ പണിയണമെന്ന് ആഗ്രഹം തോന്നിയാൽ, ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയണമെന്ന് ആഗ്രഹം തോന്നിയാൽ, പെട്രോൾ പമ്പ് പണിയണമെന്ന് ആഗ്രഹം തോന്നിയാൽ, അല്ലെങ്കിൽ റിസോർട്ട് പണിയണമെന്ന് ആഗ്രഹം തോന്നിയാൽ, എനിക്ക് പണമുണ്ടെങ്കിൽ അത് പണിയാൻ ഉള്ള സാഹചര്യം ഇവിടെ ഇല്ലാതെ വന്നാൽ പിന്നെ ഇവിടെ വികസനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഭൂപ്രശ്നമാണ് ഉടുമ്പൻചോലയിലെ അടിസ്ഥാന പ്രശ്നം. അത് പരിഹരിക്കപ്പെട്ടാൽ ബാക്കി വികസനങ്ങളെല്ലാം ഇവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. ഈഴവ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ഉടുമ്പൻചോല. 2016 BDJS 22,800ഓളം വോട്ടുകൾ പിടിച്ചിരുന്നു. ഇത്തവണ BDJS കാര്യമായി തന്നെ വോട്ട് ഷെയർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈഴവ വോട്ടുകളുടെ ഒരു ഏകീകരണം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. UDF എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഈഴവ സമൂഹം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയുടെ 1/3, ഏതാണ്ട് 1 കോടിയോളം അംഗങ്ങളുള്ളവരാണ്. അവർക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുള്ളവരാണ്, നല്ല രാഷ്ട്രീയ ബോധമുള്ളവരും രാഷ്ട്രീയ പ്രവർത്തകരുമാണ്. അപ്പോൾ അവർ ഒരിക്കലും തെരഞ്ഞെടുപ്പുകളെ ഒരു എന്താ പറയുക മറ്റേതെങ്കിലും രീതിയിൽ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നല്ല രാഷ്ട്രീയ ബോധത്തോടു കൂടി ഇപ്പം നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നോക്കിക്കഴിഞ്ഞാലും അവരുടെ എല്ലാം പ്രവർത്തകരിൽ ഈഴവ സമൂഹത്തിൽ നിന്ന് വലിയൊരു ജനവിഭാഗമുണ്ട്. നല്ല രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയത്തെ നല്ലപോലെ അപഗ്രഥിക്കുന്ന ഒരു ജനവിഭാഗമാണ് എന്നുള്ളത് കൊണ്ട് അവരാ കാര്യത്തെ രാഷ്ട്രീയമായിട്ട് കാണും. പിന്നെ BDJS എന്ത് മുന്നേറ്റമാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിലേ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. കാരണം 2016 ശേഷം 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ BDJSും ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആൾ മത്സരിച്ചു. പക്ഷേ അവരുടെ വോട്ട് ഷെയർ എന്നൊക്കെ പറയുന്നത് വളരെ താഴോട്ട് പോയി എന്നുള്ളതാണ്. അതിൽ നിന്ന് വലിയ വ്യത്യാസമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും LDF സ്ഥാനാർത്ഥി ഇത്തവണ KK ജയചന്ദ്രനാണ്. NDA സ്ഥാനാർത്ഥിയായി എത്തുന്നത് സംഗീത വിശ്വനാഥനാണ്. 2016 സേനാപതി വേണുവിന് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ആ MLA സ്ഥാനം ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് സേനാപതി വേണു ഉള്ളത്. UDF ക്യാമ്പും വലിയ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സൂര്യ, ഏഷ്യൻ റിപ്പോർട്ടർ, ഇടുക്കി.